സോ ഹലോ ഗൈസ്, അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താ അതെ ഗൈസ്, അപ്പോൾ ഇന്നത്തെ വീഡിയോ അബ്ദുള്ളന്റെ കാർ കളക്ഷന്റെ വീഡിയോ ആണ്. ഹോട്ടൽ വീൽസ് ഉണ്ട്, പിന്നെ അതേപോലെ ഡൈക്കാസ് കാർ കളക്ഷൻ ഉണ്ട്. സോ അപ്പോൾ ഇന്ന് അതിന്റെ വീഡിയോ ആണ്. അപ്പോൾ നേരെ നമുക്ക് വീഡിയോ കണ്ടു. സോ ഓക്കെ, അപ്പോൾ നമുക്ക് ഏത് കാറിന് നോക്കണം? ഇത് ഹോട്ട് വീൽസിന്റെ കാറല്ല, അത് ഹോട്ട് വീൽസിന്റെ ഒറിജിനൽ കാറാണ്. ഇത് കിൻഡർ ജോയിന്റെ കൂടെ അവർക്ക് കിട്ടിയതാണ്. അവിടെ ഹോട്ട് വീൽസ് കാണാം, അതിന്റെ ലോഗോ. F1 മോഡലായിട്ടുള്ള കാറുണ്ട്. ഓക്കെ, ഇതൊരു വൈറ്റ് നിസാൻ GTR പറഞ്ഞോ. ഇത് വൈറ്റ് നിസാൻ GTR ആണ്. ഡീറ്റെയിൽസ് ഒക്കെ പിന്നെ ഡോറ് ഒക്കെ തുറക്കണം. ഡോറ് ഓപ്പൺ ചെയ്യാൻ കഴിയും. ഫ്രണ്ട് ഇങ്ങനെയല്ല, അത് ബാക്ക് ഡിക്കൊറക്കൂല. ഇത് ലാംബോർഗിനിന്റെ സെന്റിനറി. ഇതൊരു പ്ലാസ്റ്റിക് മോഡൽ കാറാണ്. ഡോറൊന്ന് തുറക്കട്ടോ. സെറ്റ് നമ്മൾ വാങ്ങിച്ചതാണ്. ഇത് ഇതിന്ന് എന്റെ പപ്പയും അമ്മ എനിക്ക് ഗിഫ്റ്റ് ചെയ്ത വണ്ടിയാണ്. സോ ഇത് അബ്ദുള്ളക്ക് ഞാൻ ഗിഫ്റ്റ് ചെയ്ത വണ്ടിയാണ്. അബ്ദുള്ള ഇത് ലാംബോർഗിനിന്റെ ഒരു ഹുറാക്കനാണ്. സോ 63. ഇത് കുറച്ച് ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വണ്ടിയാണ്. സോ ഇതൊക്കെ ഒരു സെറ്റിൽ നിന്ന് കിട്ടിയതാണ്. സോ എനിക്ക് കൂടുതൽ ഇഷ്ടപ്പെട്ട ഈ ബുഗാട്ടി വേറോൺ ആണ്. നമ്മൾ ക്രിസ്ത്യാനോ റൊണാൾഡോയിലുള്ള അതേ ബ്ലാക്ക് കളറും പിന്നെ അതേ കാറുമാണ്. സോ ഇത് ബുഗാട്ടിന്റെ ഷിറോണ്. സോ ഇത് അബ്ദുള്ളന്റെ തന്നെയാണ്. ഇത് ബെൻസിന് ഏതാറിയോ? ഇത് മെർസിഡീസ് ബെൻസിന് W123 പറഞ്ഞ കാർ. സോ ഇതില് പെയിന്റ് ഒക്കെ അയക്കണത് ഇവൻ ചെയ്തതാണ്. സോ ഇത് നല്ല ഡീറ്റെയിൽഡ് ഉള്ള കാറായിരുന്നു കേട്ടോ. ഇത് 400 സംതിങ് റുപ്പീസിനാണ്. ഇത് ഷെവർലെന്റെ ഗെയിമേറോ ആണ്. ബോയിലർ ഒക്കെ നമുക്ക് ഓപ്പൺ ചെയ്യാൻ കഴിയും. ബോണറ്റ് ചെയ്യോ? ബോണറ്റ് ചെയ്യില്ലല്ലേ. സോ നല്ല ഡീറ്റെയിൽഡ് ഉള്ള ഒരു കാർ. സോ ഇനി പോഷന്റെ 911 ആണ്. സോ ഇതിന്റെ സ്പോയിലർ പൊട്ടിക്കാൻ ചതാമ്പോ പൊട്ടിച്ച. സോ ഇത് എന്റെ മാമൻ എനിക്ക് ഇതിന് ഗിഫ്റ്റ് ചെയ്ത വണ്ടിയാണ്. പിന്നെ അതേ ഫുഡ് ഓപ്പൺ ചെയ്യാൻ കഴിയും. ഇതിന്റെ എൻജിൻ സിസ്റ്റം ഒക്കെ കാണാം. എൻജിൻ പ്ലാസ്റ്റിക് ആണ്. നല്ല ഡീറ്റെയിൽഡ് ആയിട്ടുള്ള കാറാണ്. എന്റെ ഫേവറേറ്റ് കാറാണ്. ഇത് ലാംബോർഗിനി ഹുറാക്കനാണ്. ഇത് ഇന്ത്യൻ മെയ്ഡ് കാറാണ്. ഹോട്ട് വീൽസിന്റെ ഒരു കോപ്പി കാറാണ്. സോ ഇത് 120 റുപ്പീസ് ഞാൻ കോഴിക്കോട് സൺഡേ മാർക്കറ്റിൽ നിന്ന് വാങ്ങിച്ചാണ്. 2011 ഷെവർലെറ്റിന്റെ വോൾട്ട് പറഞ്ഞ കാറാട്ടോ, റെഡ്. ഇത് അബ്ദുള്ളാണ്. പിന്നെ ഇതൊരു ജാഗോർ. ഇത് എന്റെ നെയ്ബർ ഫ്രണ്ടിൽ നിന്ന് ഞാൻ എക്സ്ചേഞ്ച് ചെയ്ത വണ്ടിയാണ്. ബട്ട് ഇത് ഫുള്ള് സ്ക്രാച്ച് ആയിട്ടാണ്. പിന്നെ ഇതിന്റെ സ്പോയിലർ ഉണ്ട്, സ്പോയിലർ പൊട്ടി. ഇത് ജാഗറിന്റെ ഒരു F ടൈപ്പ് ആണ്. ഇപ്പോൾ ഓൺലൈനിൽ നല്ല വില ഉണ്ട്. സോ ഞാനിപ്പോഴും ഇത് കീപ്പ് ചെയ്യുന്നുണ്ട്. എനിക്ക് കിട്ടുമ്പോൾ അത് ഫുൾ ഇങ്ങനത്തെ രീതിയിലാണ് എനിക്ക് കിട്ടിയത്. ഇത് പ്രൊജക്ട് 8. പിന്നെ എൻ്റെ പ്രൊജക്ട് 7 ഉണ്ട്. സോ അത് ഞാൻ കാണിച്ചു തരാം. സോ ഇത് ഫെറാറി. എനിക്ക് ഫെറാറി പിന്നെ പറയാനുള്ളത് എൻ്റെ ഒരു കസിൻ തന്ന വണ്ടിയാണ്. പിന്നെ ഇപ്പം നിലവിൽ കുറച്ച് ഫ്യൂ ഇയേഴ്സ് ആയിട്ടുള്ള ഹോട്ട് വീൽസ് ഫെറാറി പ്രൊഡക്ഷൻ സ്റ്റോപ്പ് ചെയ്യുന്നു. പിന്നെ ഈ ഇയറിൽ 2025 വീൽസ് ഫെറാറിന്റെ പ്രൊഡക്ഷൻ ഇപ്പം തുടങ്ങുന്നുണ്ട്. സോ ഇപ്പോഴും ഫെറാറിക്ക് ഡിമാൻഡാണ്. സോ ഇത് ഫെറാറി 550 മറനല്ലോ പറഞ്ഞ ഫെറാറി. ഇത് മെയ്ഡ് ഇൻ തായ്ലാൻഡ് ആണ്. സോ ഇത് 1999 ഒരു കാറാണ്. സോ എൻ്റെ ഉള്ള ഏറ്റവും ഓൾഡസ്റ്റ് കാറാണ്. സോ ഇത് 26 ഇയേഴ്സ് ആയിട്ടുള്ള ഒരു കാർ കേട്ടോ. ഹോട്ട് വീൽസിന്റെ ഒരു ഫാൻസി കാറാണ്. സോ ഈ കാറിന്റെ ആഡിൽ നമ്മൾ ഹൃത്തിക് റോഷൻ ആയിരുന്നു ഉള്ളത്. ഇത് ഹോട്ട് വീൽസിന്റെ ടീം എക്സ്ട്രീം പറഞ്ഞ ഒരു ഫാൻസി കാറാണ്. ഇതിന്റെ കഥയും തന്നതെന്നാണ് ജിമ്മി. ഇത് മാരുതി സുസുക്കിന്റെ ജിമ്മിയാണ്. സോ ഇതൊരു ഇന്ത്യൻ അത് മാരുതി സുസുക്കി ബ്രാൻഡാണ്. ഷിഫ്റ്റില്ല, നമ്മളെ ഷിഫ്റ്റ്. സോ ഇവനക്ക് അത്യാവശ്യം കാറിനെ പറ്റിയുള്ള നോളജ് ഒക്കെ ഉണ്ട്. ഇത് നമുക്ക് ഇഷ്ടമാണ്. ഇത് സുസുക്കിന്റെ ജിമ്മി പറഞ്ഞിട്ടുള്ള ഒരു കാറാണ് കേട്ടോ. ഇത് എത്ര 140 റുപ്പീസിനല്ലോ വെച്ചാൽ. ഇത് മാമന് എനിക്ക് ഗിഫ്റ്റ് ചെയ്തൊരു വണ്ടിയാണ്. സോ ഇന്ത്യൻ മെയ്ഡ് ആണ് കേട്ടോ ഇത്. പിന്നെ ഇതിന്റെ കാർസ് ഒന്നും കുഴപ്പമില്ലാത്ത ഡീറ്റെയിൽഡ് ആയിട്ടുള്ള കാർ കേട്ടോ. ഇതൊരു ഓഫ് റോഡ് ലുക്ക് അറിയില്ല. ഓഫ് റോഡ് ഇവിടെ ലോഗോ ഇന്റീരിയർ ഒന്നും കുഴപ്പമില്ല. ഇതൊരു കോർവെറ്റാണ്. സോ ഹോട്ട് വീൽസിന്റെ ആണ്. സോ ഇനിയാണ് നമ്മൾ ഹോട്ട് വീൽസിലേക്ക് വരാൻ പോകുന്നത്. നേരത്തെ ഒരു ജാഗർ മോഡൽ പ്രൊജക്ട് 8 കാണിച്ചിരുന്നു. സോ ഇതൊരു ഹോട്ട് വീൽസിന്റെ കോർവെറ്റിന്റെ കാർ കേട്ടോ. ഇത് കോർവെറ്റിന്റെ സ്ട്രിംഗ്ലി പറഞ്ഞൊരു കാറാണ്. സോ ഇനി ഇത് ടെസ്ല മോഡൽ 3.
സോ ഇത് ഞാൻ കുറേ ഡ്രീം വെച്ച് വാങ്ങിച്ച കാറാണ്. സോ ഇതിൻ്റെ പപ്പി മമ്മി എനിക്ക് ഗിഫ്റ്റ് ചെയ്ത വണ്ടിയാണ്. സോ ഇത് ഞാനൊരു യൂട്യൂബറിൻ്റെ അടുത്ത് നിന്നാണ് വാങ്ങിച്ചത്. ഇസ്ലു ഹാക്സ് പറഞ്ഞ യൂട്യൂബറിനെ വാങ്ങിച്ച ഓൺലൈനായിട്ട് വാങ്ങിച്ചതാണ് ഈ കാറ്. നമ്പർ പ്ലേറ്റ് അല്ല, ഹോട്ട് വീൽസിൻ്റെ ഇത് ഉണ്ട്, നിങ്ങൾക്ക് കാണാൻ പറ്റുമോ എനിക്കറിയില്ല. പിന്നെ ടെസ്ലൻ്റെ ലോഗോ, പിന്നെ ഇൻറ്റീരിയർ ഒന്നും കുഴപ്പമില്ല. ഇത് കുറച്ച് സ്ക്രാച്ച് ആയിട്ടുണ്ട്. ഇങ്ങനത്തെ ഇത് അവൻ ചെറുതാകുമ്പോൾ അവൻ്റെ കയ്യിൽ നിന്നായി പോയതാണ്. പോഷന്റെ ഒരു ബൂസ്റ്ററാണ് കേട്ടോ ഇത് റെയർ കാറാണ്. സോ ഇത് ദുബായിത്തെ എൻ്റെ കസിന് എനിക്ക് തന്നതാണ്. പോഷന്റെ ഒരു കൺവേർട്ടബിൾ, എൻ്റെ ആദ്യത്തെ കൺവേർട്ടബിൾ കളക്ഷനാണ്. സോ ഇത് മെയ്ഡ് ഇൻ തായ്ലാൻഡ്. തായ്ലാൻഡ് കാർസൊക്കെ കുറച്ച് ഡിമാൻഡാണ്. സോ ഇത് പോഷെ 911. ഇത് റേസറിൻ്റെ ഉള്ളൊരു വണ്ടിയായിരുന്നു കേട്ടോ, ഫേവറേറ്റ് കാറാണ്. സോ ശരിക്കും ആണെങ്കിൽ ഇതാണ് എൻ്റെ ഫസ്റ്റത്തെ കാർ കളക്ഷൻ, ഫസ്റ്റത്തെ വണ്ടി. സോ ഇതാണ് എൻ്റെ തുടക്കം. നോക്കിയപ്പോൾ 600 റുപ്പീസ് ഇട്ടുണ്ട് ഈ വണ്ടി. അന്ന് നോക്കിയപ്പോൾ ഡിമാൻഡുള്ള വണ്ടി. ഇത് നിസാൻ സ്കൈലൈൻ 2000 GTR LBWK ട്യൂൺഡ് എഡിഷൻ കാറാണ്. ഒരു കാറാണ്. ഹോണ്ട സിവിക് കസ്റ്റം കോമ്പാക്ട് കിങ്സ് പറഞ്ഞൊരു എഡിഷൻ ആണ്. മിസ്റ്റർ ബീനിന് യൂസ് ചെയ്യുന്ന മിനി കൂപ്പർ ഇല്ല, സോ അതേ ഷേപ്പുള്ള കാർ കേട്ടോ. ബട്ട് അത് മിനി കൂപ്പർ ആണ്. ഇത് ഹോണ്ട ആണ്. ഇത് 70ത്തെ കാറാണ്. ഇത് 1973 ഒരു കാറാണ്. മാമൻക്ക് ഷെൻകാക്ക് ഗിഫ്റ്റ് ചെയ്തൊരു വണ്ടിയാണ്. ഇത് ഹോട്ട് വീൽസിന്റെ ഫാൻസ് കാറാണ്, റോഡ് പറഞ്ഞിട്ടുള്ള കാറ്. ഇത് ഡോഡ്ജ്, ഇത് 16th ഒരു വണ്ടി കേട്ടോ, 1968 ഡോഡ്ജ് ഡാട്ട് പറഞ്ഞൊരു കാർ കേട്ടോ. ഇതൊരു മസിൽ കാറാണ്. 250ത്തെ 142ാമത്തെ കാറാണ്. നല്ല ഡീറ്റെയിൽഡ് ഉള്ളൊരു വണ്ടിയാണ്. ഓക്കെ. ഇത് 90ത്തെ ഇത് ഔഡി അവന്റ് RS2 പറഞ്ഞ ഒരു വണ്ടി കേട്ടോ. ഇത് ഫാക്ടറി ഫ്രഷ് പറഞ്ഞ ഒരു എഡിഷൻ ആണ്. ഔഡിന്റെ ലോഗോ ഒക്കെ ഉണ്ട്. ഹോട്ട് വീൽസിന് അങ്ങനെ കുറെ പ്രത്യേകത ഉണ്ട്. ഇനിയുണ്ട് കുറച്ചുകൂടി ഉള്ളു. 67 ഫോർഡ് GT40 MK4. ഇത് വലിയ പേരാണ്. സോ ഇതൊരു റേസിംഗ് കാറാണ്. ലബ്ദുവ കണ്ടില്ലേ, നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കാറാണ്. ഇന്ത്യയിൽ ഒരു F1 ഉണ്ടായിരുന്നു, EV ഹോട്ട് വീൽസിന്റെ F1. പിന്നെ അതേപോലെ ഷെവിൻ്റെ ഒരു പിക്കപ്പ് ആയിരുന്നു. അത് നല്ലൊരു പിക്കപ്പ് ആയിരുന്നു, നല്ല ഡീറ്റെയിൽ ആയിട്ടില്ല. ആ പിക്കപ്പ് ഇത് കൂടി ഞാൻ ഒരുമിച്ചിട്ട് വാങ്ങിച്ചായിരുന്നു. സോ അത് ഇപ്പം എൻ്റെ കസിൻ്റെലാണ്. സോ നമ്മൾ എക്സ്ചേഞ്ച് അടിക്കാൻ വേണ്ടിയിട്ടാണ്. അവൻ എനിക്കൊരു ഹോട്ട് വീൽസിൻ്റെ സൂപ്പർ തരുന്നതായിരിക്കും. ഓഫ് കോഴ്സ് നമുക്ക് എടുക്കാം. ഞാൻ എൻ്റെ മാമക്ക് ഗിഫ്റ്റ് ചെയ്തൊരു വണ്ടിയാണ് കേട്ടോ. ഇതിൻ്റെ വീഡിയോ ഞാൻ എൻ്റെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു, ഗിഫ്റ്റ് ചെയ്ത. സോ 90ത്തെ 92 BMW M3 കണ്ടില്ലേ. സോ ഈ വണ്ടിക്ക് ഒരു കഥ ഉണ്ട്. ബിക്കോസ് എൻ്റെ ഒരു ഇൻസ്റ്റയിൽ നെജീബ് വ്ളോഗ്സ് പറഞ്ഞിട്ട് ഒരു ഇൻസ്റ്റ അക്കൗണ്ട് തുടങ്ങിയിരുന്നു, ഡൈക്കാസ് മലയാളം പറഞ്ഞിട്ടുള്ള. മാമനെ വിശ്വസിച്ചിലും പിന്നെ അതേപോലെ ലൈക്ക് ചെയ്തൊരു വണ്ടിയായിരുന്നു. അതിൻ്റെ പിറ്റേ ദിവസം തന്നെ ഞാൻ മാമനക്ക് ലുലുമാൾ പോയപ്പോൾ മാമക്ക് ഗിഫ്റ്റ് ചെയ്തൊരു വണ്ടിയാണ്. സോ മാമന് നല്ലോണം എക്സൈറ്റഡ് ആയിരുന്നു. 90ത്തെ SW 90s പറഞ്ഞൊരു എഡിഷനാണ്. ഇത് പിന്നെ കുറച്ച് നല്ല ഡിമാൻഡും പിന്നെ കുറച്ച് റെയർ ആയിട്ടുള്ള വണ്ടിയാണ്. സോ ഇത് മാർക്കറ്റിലൊക്കെ നല്ല എക്സ്പെൻസീവ് ആണ്. ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ ജാഗ്വർ ഇല്ല, ഇത് എൻ്റെ ഫ്രണ്ടിൻ്റെ അടുത്ത് നിന്ന് എക്സ്ചേഞ്ച് ചെയ്ത. ഇത് Project 8, ഇത് Project 7 ആണ്. ഇത് ഫാഷൻ ഫീരിയസിലുള്ളതാണ്. 2015 ജാഗർ F-Type Project 7. സോ ഇത് HW റോസ്റ്റോസ് പറഞ്ഞ എഡിഷനാണ്. സോ 250 114ാമത്തെ കാറാണ്. സോ ഇതൊരു കൺവേർട്ടബിൾ ആണ്. ഓക്കെ, മറ്റേ പോർഷൻ്റെ കൺവേർട്ടബിൾ എനിക്ക് ഓപ്പൺ ആയിട്ട് കിട്ടിയാണ്. ബട്ട് ഇത് ഫ്രഷ് പീസ് കേട്ടോ. ഇത് ഡോഡ്ജ് ആണ്. സോ ഇത് 92 ഡോഡ്ജ് വൈപ്പർ RT10. ഇത് SW എക്സോസ്റ്റിക്സ് പറഞ്ഞ എഡിഷൻ്റെ കാറാണ്, അമേരിക്കൻ കാറാണ്. ഇപ്പോൾ ലാസ്റ്റ് കാറ്, പിന്നെ കുറേ കാർ ഇപ്പോൾ അവൻ്റെ വീട്ടിലുണ്ട്. സോ ഇപ്പോൾ ഇത് ലാസ്റ്റ് കാറ്. സോ ഇത് ഞാൻ നല്ല പ്രതീക്ഷിച്ചു പോലില്ല. ഇതിൻ്റെ മമ്മി പപ്പ എനിക്ക് ഗിഫ്റ്റ് ചെയ്തൊരു വണ്ടിയാണ്. സോ ഇത് 1:32 സ്കെയിൽ മോഡലാണ്. ലബ്ദുവ ഈ ബ്രാൻഡിൻ്റെ ആണ്. ഈ ഡിഫൻഡർ വാങ്ങിച്ച ടൈമിൽ ഞാൻ അവൻ ഗിഫ്റ്റ് ചെയ്തൊരു വണ്ടി കേട്ടോ. ഇത് നേരത്തെ പറഞ്ഞു ലബ്ദുവ. യെസ്, അതും നല്ല വൈബിലാട്ടോ നിൽക്കുന്നത്. എന്നാ ഓക്കെ, കമോൺ. അത് നല്ല ഫേവററ്റ് കാറല്ലേ ഡ്രീം. ഓക്കെ, ഓക്കെ. ഞാൻ ഈ കാറിന് റീല് എൻ്റെ ഇൻസ്റ്റയിൽ പോസ്റ്റ് ചെയ്തിരുന്നു, പിന്നെ ഷോർട്സ് ഞാൻ എൻ്റെ ചാനലിൽ ഇന്നലെ പോസ്റ്റ് ചെയ്തിരുന്നു. സോ ഇതിൻ്റെ ഫേവററ്റ് കാറാണ്.
സോ ഇത് ഡിഫൻഡർ, ലാൻഡ് റോവർ ഡിഫൻഡറിൻ്റെ 110 ആണ്. കണ്ടില്ല 110. സോ ഇതിൽ ഒറിജിനൽ ഡിഫൻഡറിലുള്ള എല്ലാ സാധനങ്ങളും ഈ കമ്പനി ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഡോർ തുറക്കുമ്പോൾ കണ്ടില്ലേ, ഇതിൻ്റെ ബാക്ക് കണ്ടില്ല, അത്രക്കും ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഡിക്ക കണ്ടില്ലേ ഉള്ളൊക്കെ. പിന്നെ റൂഫൊക്കെ ഉണ്ട്, പിന്നെ ലഗേജസ്, പിന്നെ ടെൻറ്റ്, അങ്ങനത്തെ സാധനങ്ങളൊക്കെ നമുക്ക് ഇതിൽ വെക്കാൻ കഴിയും. അത് ഞാൻ വാങ്ങണതായിരിക്കും കേട്ടോ. കണ്ടില്ല സ്റ്റിയറിംഗ് ഒക്കെ കറക്റ്റ്. പിന്നെ കുറേ കാർസ് ഇതേപോലെ ഡൈകാസ്റ്റ് വാങ്ങുമ്പോൾ ഈ ഒറിജിനൽ കാറിൻ്റെ പേര് കാണിക്കുക, ആ കമ്പനീൻ്റെ പേരായിരിക്കും കാണിക്കുക. സോ ഇതിൽ കറക്റ്റ് അതേപോലെ ഉണ്ട്, ഡിഫൻഡറിൻ്റെ അതേ സിമ്പിൾ. സോ നമുക്ക് ക്ലോസ് ചെയ്യാം. പിന്നെ എയർ പോകാനുള്ള കുറേ ഫെസിലിറ്റീസൊക്കെ ഉണ്ട്. സോ ബാക്ക് സൈഡ് വേറെ തന്നെ ലെവലാണ്, പിന്നെ നല്ല ഡീറ്റെയിൽഡ് ആയിട്ടുള്ള. സോ നമുക്ക് ഡിക്ക് തുറക്കാമല്ലോ. അതാ ഫുഡ് കണ്ടില്ല, ഡിക്ക് ബൂട്ട് സ്പേസ് അത്യാവശ്യത്തിനുണ്ട്. ഡിഫൻഡർ, റേഞ്ച് റോവർ ഡിഫൻഡർ, ഇതിൽ വരെ ചെറിയ ലോഗിൽ വരെ കറക്റ്റ് കാണിക്കുന്നുണ്ട്. എക്സോസ്റ്റ് ഒക്കെ ഉണ്ട്. പിന്നെ ബ്രേക്ക് പാഡ് നല്ല ഡീറ്റെയിൽഡ് ആണ് അവർ ചെയ്തിരിക്കുന്നത്. ബട്ട് അതിങ്ങനെ കറങ്ങും, കുഴപ്പമില്ല. പിന്നെ ഇപ്പം എന്താ പറയുക, പിന്നെ നമുക്ക് ഇത് ഓപ്പൺ ചെയ്യാൻ കഴിയും. കണ്ടില്ലേ ആ ടൂൾ കണ്ടില്ലേ. സോ നമുക്ക് ക്ലോസ് ചെയ്യാം. പിന്നെ പെട്രോളിൻ്റെ ഇതുണ്ട്, പെട്രോൾ ടാങ്ക്. പിന്നെ നമുക്ക് ലാഡർ തുറക്കാൻ കഴിയും. കണ്ടില്ലേ എല്ലാ ഫെസിലിറ്റീസും ഇവർ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ നമുക്ക് പിന്നെ ഈ ഡിഫൻഡർ ഞാൻ എപ്പോഴും ക്ലീൻ ചെയ്യാം, ബിക്കോസ് ഫിംഗർ പ്രിന്റ് വരാതെ നിൽക്കാനും, പിന്നെ എപ്പോഴും ഈ കോളേജിൽ തന്നെ നിൽക്കാനും, പിന്നെ പാരൻസ് തരുമ്പോഴുള്ള സന്തോഷം എന്താ പറയുക. എനിക്ക് ഡിഫൻഡർ ഭയങ്കര ഇഷ്ടമാണ്. അബ്ദുള്ളക്ക് ഡിഫൻഡർ ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ എൻ്റെ ഹോട്ട് വീൽ കളക്ഷനിലേക്ക് ഇനി ഏത് മോഡൽ, ഏത് വണ്ടി വരണം നിങ്ങൾ കമൻറ്റ് ബിലോ. സോ നമുക്ക് അടുത്ത വീഡിയോ കാണാൻ വരെ ബൈ ബൈ, സീ നെക്സ്റ്റ് വീഡിയോ, സ്റ്റേ ട്യൂൺ. അപ്പം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ട പറഞ്ഞു കൊടുക്ക്, ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്. ഓക്കെ, അപ്പോൾ നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യുക, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാൻ വരെ സ്റ്റേ ട്യൂൺ, ബൈ ബൈ.